10 പേരെ വെച്ച് ഫ്രാൻസ് ബ്രസീലിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഈ മത്സരത്തിലെ ചില ടോക്കിംഗ് പോയിന്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബ്രസീലിന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു മാച്ച് നോക്കുന്ന സമയത്ത് വളരെ മോശം മാച്ച് എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ ഓൾമോസ്റ്റ് ഒരു 35 മിനിറ്റോളം അവർ 10 പേരെ വെച്ചിട്ടായിരുന്നു കളിച്ചത്. ഓക്കെ, ഒരു 30 മിനിറ്റോളം 10 പേരെ വെച്ചിട്ടായിരുന്നു അവർ കളിച്ചിരുന്നത്. എന്നിട്ടും അവർക്ക് എതിരെ ഒരു വിജയമോ ഇല്ലെങ്കിൽ ഒരു സമനില പോലും പിടിക്കാൻ ബ്രസീലിന് കഴിഞ്ഞില്ല. ആ ഒരു സമയത്ത് ബ്രസീൽ ഒരു ഗോൾ സ്കോർ ചെയ്തു, ഒരു ഗോൾ കൺസീഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മാച്ചിലേക്ക് വരുമ്പോൾ ബ്രസീലിന്റെ പദ്ധതികൾ, പ്ലാനുകൾ മൊത്തത്തിൽ തകർന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു റെഡ് കാർഡ് ഇൻസിഡന്റ് വന്നതുകൊണ്ട് മാത്രമാണ് ബ്രസീലിന് കുറെ ഷൂട്ടുകളൊക്കെ അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞാൽ അമ്പേ പരാജയം. ഒരു രീതിയിലും അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ ഒരു കണക്റ്റീവ് പാസ് ഇല്ല, അതുപോലെ തന്നെ അറ്റാക്കിങ്ങിലേക്ക് ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല, ഒന്നുമില്ല. ആകെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലോങ് ബോളുകൾ, ഗ്രൗണ്ടർ ആയാലും ശരി, ലോങ് പാസുകളായാലും ശരി ചെയ്തു. അത് ഒരു ഡയറക്റ്റ് ഫുട്ബോൾ ആ രീതിയിൽ ബ്രസീൽ കളിക്കുന്നതാണ് കണ്ടത്. ബ്രസീലൊക്കെ ഡയറക്റ്റ് ഫുട്ബോൾ കളിക്കുന്നത് കാണുമ്പോൾ തന്നെ അതൊരു സങ്കടമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അറിയാലോ, ബ്രസീലിനൊരു നാച്ചുറൽ ഗെയിം ഉണ്ട്, സാമ്പ, ആ ഒരു ബ്യൂട്ടിഫുൾ ഫുട്ബോൾ ഉണ്ട്. അതൊക്കെ എവിടെയോ നഷ്ടപ്പെട്ടു. ശരിയാണ്, കാർലോ ആഞ്ചലോട്ടിയാണ് കോച്ച്. അപ്പോൾ അദ്ദേഹത്തിന്റെ ടീമിൽ നിന്ന് ഒരു ബ്യൂട്ടിഫുൾ ഫുട്ബോൾ ഒന്നും പ്രതീക്ഷിക്കരുത്. റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഗെയിമാണ് അദ്ദേഹം എപ്പോഴും കളിപ്പിക്കാറ്. അപ്പോൾ ഓക്കെ, അതൊക്കെ വിടുക. പക്ഷെ എന്നാൽ പോലും ബ്രസീലല്ലേ, ഇപ്പൊ ബ്രസീലിയൻ താരങ്ങളുടെ ഇടയിൽ ഒരു ഗെയിം ഉണ്ട്. അത് ഒന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ഈ ഒരു മാച്ചിൽ. ബ്രസീലിനെ സംബന്ധിച്ച് ഈ ഒരു മാച്ചിൽ എടുത്തു പറയുന്ന ആ ഒരു പെർഫോമൻസ് ഒക്കെ നടത്തിയിട്ടുള്ളത് റാഫീനയ്ക്ക് പകരം ഒരു പ്ലെയർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ലൂയിസ് ഹെർക്കോസോ, അങ്ങനത്തെ ഒരു പ്ലെയർ. ആ ഒരു പ്ലെയറിനെ സംബന്ധിച്ച് ആ പ്ലെയർ അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഗോൾ അടിച്ച ബ്രോമറർ അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാസിമിറോ പണ്ട് മുതൽ അങ്ങനെയാണ്. അങ്ങനെ തോറ്റാലും ജയിച്ചാലും ഒരു ആവറേജ് പെർഫോമൻസ് എന്തായാലും പുറത്തെടുത്തിരിക്കും, അതിലൊന്നും ഒരു സംശയമില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ഉണ്ട്. വേറെ എല്ലാവരും പോക്കാണ്. വേറെ 6 ഭാഗത്തു നിന്ന് ഒരു രീതിയിലും ഒരു ഇമ്പാക്റ്റ് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. റാഫിനയ്ക്ക് ഓക്കെ ഫസ്റ്റ് ഹാഫിൽ ഇഞ്ചുറി പറ്റി, അതൊക്കെ വിടുക, ഒരു സെക്കൻഡ് ഹാഫ് കളിച്ചിട്ടില്ലെന്ന് നോക്കാം. വിനീഷ്യസ് ജൂനിയറിലേക്ക് വരുമ്പോൾ വിനീഷ്യസ് ജൂനിയർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ പരാജയമാണ് ഈ മാച്ചിൽ. ആ ഒരു 3 കീ പാസസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് എടുത്തു പറയാനായിട്ട് അവസാനമൊക്കെ ഒരു നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു വിനീഷ്യസിന്. അല്ലാതെ ഈ മാച്ചിൽ ഒരു മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനൊന്നും വിനീഷ്യസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ബ്രസീലിനെ സംബന്ധിച്ച് ബ്രസീൽ ഇറങ്ങിയിരുന്ന ഒരു രീതി എന്ന് പറയുന്നത് അവർ ഒരു 4-2-2 എന്ന രീതിയിലുള്ള ഒരു ഫോർമേഷൻ ആയിരുന്നു. 4 അറ്റാക്കിംഗ് പ്ലേയേഴ്സ് അവർ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 4-2 അത് അവരുടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഫോർമേഷൻ. ഫ്രണ്ടിലോട്ടൊരു 4 അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെയായിരുന്നു അവർ കളിപ്പിച്ചിരുന്നത്. ഡിഫൻസീവ് ആയിട്ട് വരുമ്പോൾ 4-4-2 എന്ന രീതിയിലേക്ക് മാറുകയും ഒഫൻസിലോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു ഫോർമേഷൻ അവിടെ 4-2-4 എന്ന രീതിയിലേക്ക് ചേഞ്ച് ആകുന്ന ഒരു ഫോർമേഷൻ ആയിരുന്നു. റാഫീനയുടെ ആ ഒരു പൊസിഷൻ അത് തന്നെ അത്ര ക്ലിയർ, ഒരു ക്ലാരിറ്റി ഇല്ല. റാഫീനയ്ക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലാണ് ആ ഒരു പൊസിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് എനിക്ക് ആ ഒരു മാർട്ടിനെല്ലിയുടെ കാര്യവും. മാർട്ടിനെല്ലിക്കും ഒരു ക്ലാരിറ്റിയും ഇല്ല, എന്താണ് തൻ്റെ പൊസിഷൻ, എന്താണ് താൻ ചെയ്യേണ്ടത് എന്നത്. ആ രീതിയിലാണ് ഈ 2 പ്ലേയേഴ്സിന്റെ ഈ പൊസിഷനിങ് ഉണ്ടായിരുന്നത്. വിനീഷ്യസ് ജൂനിയറിനെ സംബന്ധിച്ച് വിനീഷ്യസ് ജൂനിയറിന് ഒരു ക്ലിയർ പിക്ചർ ഉണ്ട്, ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ തന്നെ കളിച്ചാൽ മതി എന്നൊരു പിക്ചർ ഉണ്ട്. വിനീഷ്യസ് ജൂനിയർ അത് ചെയ്തു, പക്ഷെ ഒരു ഇമ്പാക്റ്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നതാണ്. ഡിഫൻസിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഡിഫൻസ് വളരെ ശോകമാണ് സത്യം പറഞ്ഞാൽ. കാരണം ആ ഒരു എംബാപ്പയുടെ ഇൻസിഡന്റ് ആയാലും ശരി, അതല്ലാതെ വേറെ 2-3 ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. ത്രൂ ബോളുകളെല്ലാം ഈസി ആയിട്ടാണ് ആ ഒരു ഡിഫൻസ് വഴങ്ങിക്കൊണ്ടിരുന്നത്. ത്രൂ ബോൾ എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരു 1-on-1 സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കും. ആ ഒരു കിലിയൻ എംബാപ്പയുടെ ഫസ്റ്റ് ഗോള് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1-on-1 സിറ്റുവേഷനിലേക്ക് എത്തി കീപ്പറുമായിട്ട്. കാരണം ത്രൂ ബോൾ വന്നു കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അപ്പോൾ ത്രൂ ബോൾ ഒരിക്കലും വരാൻ പാടില്ല. രണ്ടാമത്തെ ഗോളും ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പോൾ ത്രൂ ബോൾസിന്റെ ആ ഒരു പ്രശ്നം നമുക്ക് ആ ഡിഫൻസിൽ കാണാൻ പറ്റുന്നുണ്ട്. ഡിഫൻസിന് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഡിഫൻസ് അല്ലായിരുന്നു. മിഡിലേക്ക് വരുമ്പോൾ
അത്യാവശ്യം ക്രിയേറ്റിവിറ്റി ഒന്നുമില്ല മിഡിൽ. അത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. ക്രിയേറ്റിവിറ്റി ആ ഒരു ടൈപ്പ് എതിർ ടീമിന്റെ ഡിഫൻസിനെ മൊത്തം പുലർന്നു കൊണ്ടുള്ള ആ ഒരു പാസുകളുണ്ട്, അതൊന്നുമില്ല. ആ രീതിയിലുള്ള ഗെയിമുകളൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. ആഞ്ചലോട്ടിയെ സംബന്ധിച്ച് വേൾഡ് കപ്പിന് മുമ്പ് ടീമിന്റെ ആ ഒരു ശക്തി എന്തത്തോളം ഉണ്ട് എന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഗെയിമായിരുന്നു ഈ മാച്ച്. അതല്ലാതെ ഇപ്പോൾ എന്ത് പറയാനാ, ആഞ്ചലോട്ടിയുടെ ടീം, ആഞ്ചലോട്ടിക്ക് അത്യാവശ്യം സമയമൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അത് ഒരു ബെസ്റ്റ് 11 ഒന്നും ഈ ഒരു മാച്ച് കളിച്ചു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഡിഫൻസ് ഇതൊന്നും അല്ല ബ്രസീലിന്റെ ഒരു ബെസ്റ്റ് ഡിഫൻസ്. ഇനിയും മികച്ച പ്ലേയേഴ്സ് വേറെ ഉണ്ട്. അപ്പൊ അവരെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു റിസൾട്ടൊക്കെ വരാം, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാൽ പോലും നമ്മൾ ബ്രസീലിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു ഗെയിം ഒന്നും കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ നോക്കുന്ന സമയത്ത് ക്രിയേറ്റിവിറ്റി അത് ഭയങ്കരമായിട്ട് എവിടെയോ മിസ്സായി. അടുത്ത് പറയേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫൊക്കെ അമ്പേ പരാജയമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലൊന്നും ഒരു രീതിയിലും ഷൂട്ട് അടിക്കാനോ ഇല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഒരു ഓൺ ടാർഗറ്റിലേക്കൊന്നും പോയിട്ടില്ല ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിൽ 10 പേരെതിരെയാണ് കളിക്കുന്നത്. ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ആ അഡ്വാൻറ്റേജ് യൂസ് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാനാ, ഒന്നും ആയിട്ടില്ല. അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അതൊന്നും ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല പ്രോപ്പറായിട്ട്. ഇനി ഫ്രാൻസിന്റെ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഫ്രാൻസിന്റെ ഒരു വേറെ ലെവൽ പെർഫോമൻസ് ഒന്നും പറയാനില്ല. ഫ്രാൻസ് ഫസ്റ്റ് ഹാഫിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല കളിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഓൾറെഡി ഒരു പ്ലെയർ കുറവാണല്ലോ, അപ്പോൾ ആ രീതിയിൽ കളിക്കാൻ പറ്റത്തുള്ളൂ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഫ്രാൻസിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ എനിക്ക് ഒരു നല്ലൊരു പെർഫോമൻസ് നടത്തിയ പ്ലെയർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഒലിഫ് നന്നായിട്ട് കളിച്ചു. പിന്നെ കിലിയൻ എംബാപ്പയുടെ ഭാഗത്തുനിന്ന് നല്ല പെർഫോമൻസ്, എക്കിറ്റേക്കയും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. വേറെ ഡെംബലയുടെ പെർഫോമൻസ് ഒക്കെ ഒരു ആവറേജ് പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഡിഫൻസ് ഒക്കെ അവിടെ ഒന്നും ഇല്ല, ഒന്നും ചെയ്യേണ്ടതില്ലല്ലോ. കാരണം ബ്രസീൽ എന്തെങ്കിലും ചെയ്താലല്ലേ ഇവിടെ വല്ലതും ചെയ്യേണ്ടതുള്ളൂ. ബ്രസീൽ ആകെ കൂടി ഷൂട്ട് അടിച്ചു, കുറെ 17 ഷൂട്ട് എന്താ അടിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് 4 മാത്രം ഓൺ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുള്ളൂ. അവിടെ അവരുടെ ഭാഗത്തുനിന്നൊന്നും വന്നിട്ടില്ല. ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നുമേ ഇല്ല എന്ന് ഞാൻ പറയത്തില്ല. 1-2 നല്ല ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവസാനം വന്നിട്ടുള്ള ആ ഒരു ഇൻസിഡന്റ്, അതിനു മുമ്പ് വിനീഷ്യസ് ജൂനിയറിന്റെ ആ ഒരു 81 മിനിറ്റ് ഒക്കെ ആകുന്ന സമയത്തുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഒരു നല്ലൊരു പാസ് ബോക്സിനകത്ത് വെച്ച് കൊടുത്തു. അത് ഒരു കട്ട് പാസ് പോലെ കൊടുക്കാൻ നോക്കി, ഒന്നും നടന്നില്ല. പിന്നെ ആ ഒരു ഗോളിന്റെ ഇൻസിഡന്റ്, ഇതൊക്കെ അല്ലാതെ വിരലിലെണ്ണാവുന്ന 1, 2, 3 ഇൻസിഡന്റ് അല്ലാതെ അങ്ങനെ എടുത്തു പറയത്തക്ക ഒരു ഇൻസിഡന്റ് ഒന്നും ബ്രസീലിന്റെ ഭാഗത്ത് വന്നിട്ടില്ല. എടുത്തു പറയത്തക്ക ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ചാൻസസ് ഒന്നും ബ്രസീൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രാൻസിന്റെ ഡിഫൻസിന് അത്രയും ചെയ്താൽ മതിയല്ലോ. അപ്പൊ അതാണ് നമ്മൾ ഈ ഒരു മാച്ച് കണ്ടിട്ടുള്ള ഒരു കാര്യം. ഞാൻ ടാക്ടിക്കലി പങ്കരായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ട ഒരു കാര്യം വെച്ചെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹൈ അറ്റാക്കിംഗ് ടെൻഡൻസിയോട് കൂടിയതാണ് രണ്ട് ടീമും ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് ആ ഒരു 11 കാണുമ്പോൾ തന്നെ അറിയാം. അറ്റാക്കിങ്ങിലേക്ക് 4 അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ ഒരേ സമയം 2 ടീമും കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഒരിടവും എത്തിയില്ല. ഫ്രാൻസിന്റെ ഗെയിമും കിടിലൻ ഗെയിം എന്നൊന്നും ഞാൻ പറയത്തില്ല, അതും വളരെ ശോകം ഗെയിമൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ബ്രസീൽ ഓവറോൾ ഈ മാച്ച് ഒരു ശോകം മാച്ചാണ് സത്യം പറഞ്ഞാൽ. ഞാൻ കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണോ എന്ന് അറിയാൻ വയ്യ. കുറെ ഷൂട്ടും 2 ടീമിന്റെയും ഭാഗത്തു നിന്ന് കുറച്ച് അറ്റാക്കുകളൊക്കെ വന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാൽ പോലും നമ്മൾ ബ്രസീൽ ഫ്രാൻസ് മാച്ചിൽ നിന്ന് ആ ഒരു പേരുകൾ കേൾക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു ഗെയിമുണ്ട്, അത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിൽ അത് കമന്റിലോ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ വിത്ത് ഫുഡേൽ.